ഷെയ്ഡ് പിടിപ്പിക്കാൻ വെട്ടിച്ചാലിൻ്റെ പിൻവശത്ത് നിന്ന് ഒരു 15 സെൻറ്റിമീറ്റർ ഉയരത്തിൽ ഒരു 5 സെൻറ്റിമീറ്റർ വീതിയിൽ മൊരി ചുരണ്ടണം. തലേ ദിവസം മൊരി ചുരണ്ടിടുക, അല്ലെങ്കിൽ അന്തരം ചുരണ്ടിടുക. മൊരി ചുരണ്ടിന് ശേഷം പൊടി തുടച്ച് മാറ്റണം. റൗണ്ടിലായി ചുരണ്ടുന്നത്. പ്ലാസ്റ്റിക്കിനാണെങ്കിൽ നമ്മൾ വെട്ടിച്ചാലിൻ്റെ അതേ ചരിവിലാണ് എടുക്കുന്നത്. പശ വെയിലത്ത് ചൂടാക്കിയതാണ്. വലിയ നമ്മൾ സാധാരണഗതി കൈ കൊണ്ടാക്കി വയ്ക്കുന്നത്. ഇതാകുമ്പോൾ നമ്മൾ മടൽ കൊണ്ടാകുമ്പം നമ്മുടെ കയ്യിലാകത്തുമില്ല. ഒരാൾക്ക് ആരെ സഹായത്തിന് കിട്ടിയില്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് ചെയ്യുകയും ചെയ്യാം. കണ്ടോ, ഇതിലൊരു 10 സെൻറ്റിമീറ്റർ വീതിയുള്ള പ്ലാസ്റ്റിക് വെട്ടിച്ചാലിൻ്റെ മറസൈഡിൻ്റെ പാതിക്കുന്നതാണ്. ഒരുപാട് ഞുറു വേണ്ട. അതിന് ഇടയ്ക്ക് ഒരു 3-4 ഞുറു മതി. ഇത്രയേ ഉള്ളൂ. എന്നിട്ട് പിൻ ചെയ്യുക. പിന്നും കുറച്ച് മതി. അതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടെ എത്തുമ്പോൾ 2 പിന്ന് വരും. അതാണ് അതിൻ്റെ മുകളിൽ പശ തേക്കുക. കഴിഞ്ഞു. അതിനുശേഷം ഷീടെടുക്കുക. ഉയർത്തി വെക്കണം. ആദ്യമേ ഷെയ്ഡ് പിടിപ്പിച്ചിട്ട് നമുക്ക് ഇടാകുമ്പോൾ നമുക്ക് കറക്റ്റ് എവിടെ വരുന്നതെന്നുള്ളത് മാറിപ്പോകത്തില്ല. ഇതിൻ്റെ ആ സെൻറ്റർ പാത്തി കണ്ടിയിൽ മുൻകാനയുടെ നേരെ മുകളിൽ വരണം. അവിടെ ഒരു സ്റ്റാപ്പിൾ കൊടുക്കുക. അതിനുശേഷം ഇതിങ്ങ് പണ്ട് പിടിച്ച് ഒരുപാട് സ്റ്റേപ്പിളിൻ്റെ എണ്ണം നമുക്ക് കുറയ്ക്കാം. ഇവിടെ 1, 2, ഇത്ര മതി. കാത്തിരിക്കുക. മഴക്കാലത്താണ്ട്. പക്ഷേ ഇതിന് ചെറിയ നൂലെന്ന് പറഞ്ഞാൽ വലിയ മഴ അടിക്കുകയാണെങ്കിൽ വെള്ളം തെറിക്കാനുള്ള ചെറിയൊരു സാധ്യതയുണ്ട്.